നമ്മൾക്കെല്ലാം ചില ആരാധന പുരുഷന്മാരുണ്ട്. ഒരു പക്ഷേ കായിക താരങ്ങളായിരിക്കാം, രാഷ്ട്രീയ നേതാക്കളായിരിക്കാം, സിനിമാ താരങ്ങളായിരിക്കാം, വ്യത്യസ്ത രീതിയിൽ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരു പക്ഷേ ബിസിനസ് സാമ്രാട്ടുകളായിരിക്കാം നമ്മുടെ ആരാധന പുരുഷന്മാർ. എന്നാൽ ഇവിടെയൊക്കെ വരുന്നൊരു പ്രശ്നം, നമ്മുടെ ആരാധന പുരുഷന്മാരിൽ മിക്കവർക്കും നമ്മളെ വ്യക്തമായി അറിയില്ല എന്നുള്ളതാണ്. നമ്മൾക്ക് അവരെ അറിയാം, കാര്യം ശരിയാണ്. പക്ഷെങ്കിൽ നമ്മളെ അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. നമ്മൾ അവർക്കായിട്ട് ജയ് വിളിക്കാറുണ്ട്, നമ്മൾ അവർക്കായി സംവാദത്തിൽ ഏർപ്പെടാറുണ്ട്, നമ്മൾ അവരെക്കുറിച്ച് പോസ്റ്റുകൾ ഇടാറുണ്ട്, നമ്മൾ അവരെക്കുറിച്ച് വാദോരാതെ സംസാരിക്കാറുണ്ട്. പക്ഷെങ്കിൽ ഇതൊന്നും ഒരു ഭാഗത്ത് നോക്കിയാൽ അറിയുന്നില്ല എന്നുള്ളതാണ്. ഒരു പക്ഷെ നമ്മുടെ സമയമോ നമ്മുടെ ജോലിയോ നമ്മുടെ കാര്യങ്ങളോ ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ അവർക്ക് വേണ്ടി ഇത്തരത്തിലൊക്കെ പ്രയത്നിക്കാറുണ്ട്. പക്ഷെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ ഒരുവനെ പരിചയപ്പെടുത്തി തരാം. ആരാധിക്കാൻ കൊള്ളാകുന്ന ഒരുവനുണ്ട്. നിങ്ങളെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു കർത്താവ്, നിങ്ങളെ വ്യക്തമായിട്ട് അറിയുന്നൊരുവൻ. നിങ്ങളുടെ അമ്മയുടെ ഗർഭത്തിൽ നിങ്ങൾ ഉരുവാകുന്നതിന് മുൻപേ നിങ്ങളെ അറിഞ്ഞൊരു കർത്താവ്, നിങ്ങളുടെ ചിന്തകളെ അറിയുന്നൊരു ദൈവം, നിങ്ങളുടെ നിലവുകളെ അറിയുന്നൊരു ദൈവം, നിങ്ങളുടെ ഭാവിയെ അറിയുന്നൊരു ദൈവം, നിങ്ങളെക്കാൾ നല്ലതുപോലെ അറിയുന്നൊരു ദൈവം. ആ ദൈവത്തെ ആരാധിക്ക്, ആ ദൈവത്തെ പിൻപറ്റ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.